ഹോർട്ടിക്കൾച്ചർ ഉപയോഗത്തിനും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യ ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ ഒരു പുഷ്പസസ്യമായ ജെറേനിയത്തെക്കുറിച്ചാണ് പറയുന്നത്. ജെറേനിയം ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യോപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനം വാർഷിക ദ്വിവത്സര പറ്റാത്ത സസ്യങ്ങളുടെ ഒരു ജനുസാണ് ജെറേനിയം. ഇത് ക്രെൻസ് ബില്ലുകൾ എന്നറിയപ്പെടുന്ന വൈവിധ്യമാർന്ന ഇനങ്ങളെ ഉൾക്കൊള്ളുന്നു. ഈ ചെടികൾ ആകർഷകമായ പൂക്കൾ, സുഗന്ധമുള്ള സസ്യജാലങ്ങൾ, എളുപ്പത്തിൽ വളരാൻ കഴിയുന്ന സവിശേഷ കഴിവ് എന്നിവയാൽ വളരെ ജനപ്രിയമാണ്. ലോകത്തിലെ മിതോഷ്ണ പ്രദേശങ്ങളും ഉഷ്ണമേഖലാ പർവ്വതങ്ങളിലും ഇത് വ്യാപകമായി കാണപ്പെടുന്നു. മെഡിറ്ററേനിയൻ പ്രദേശത്തിന്റെ കിഴക്കൻ ഭാഗത്താണ് ഇതിന്റെ കൂടുതൽ വൈവിധ്യമാർന്ന ഇനങ്ങൾ കണ്ടുവരുന്നത്. ദക്ഷിണാഫ്രിക്കയിലാണ് ഇതിന്റെ ഉത്ഭവം. 18-ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. ഈജിപ്തുകാർ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും മുടിയുടെ വളർച്ചയെ സഹായിക്കാനും ഈ മനോഹരമായ പൂക്കളെ അവർ ആരാധിച്ചിരുന്നു. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഇതിന്റെ വൈദ്യ ഉപയോഗങ്ങൾ വിശദമാക്കുന്നതായിരിക്കും. ഇത് കൂടാതെ ഇതിന്റെ അലങ്കാര മൂല്യത്തിനപ്പുറം വിവിധ പാരമ്പര്യങ്ങളിൽ ജെറേനിയത്തിന് വളരെ വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. അത് പലപ്പോഴും പ്രതീകാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ സൗഹൃദം, ഫെർട്ടിലിറ്റി, ദുരാത്മാക്കളിൽ നിന്നുള്ള സംരക്ഷണം തുടങ്ങിയ ഗുണങ്ങളെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ജെറേനിയം എന്ന പദം രൂപപ്പെടുന്നത്. ക്രെയിനിൽ നിന്നാണ് ക്രാൻവിൽ എന്ന ഇംഗ്ലീഷ് നാമം ഉരുത്തിരിഞ്ഞത്. ചില സ്പീഷീസുകളുടെ ഫ്രൂട്ട് ക്യാപ്സൂളിന്റെ ക്രെയിനിന്റെ തലയും വില്ലുകളുമായുള്ള സാമ്യത്തിൽ നിന്നാണ് ഈ പദം രൂപപ്പെട്ടത്. ഇതിന്റെ അണ്ഡാശയ ഭാഗത്ത് ഒരു തല രൂപപ്പെടുകയും നീണ്ടു നിൽക്കുന്ന ഒരു കൊക്കിന്റെ രൂപം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പൂക്കൾ സാധാരണയായി 5 ഇതളുകളുള്ളതും പിങ്ക്, ചുവപ്പ്, ലാവൻഡർ, വെള്ള മുതൽ ദ്രുമനൂൽ വരെ ധാരാളം നിറമുള്ളതാണ്. ഈ പുഷ്പത്തിന്റെ മധ്യഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഒരു നിരയുമായി ചേർന്ന് 5 കോശങ്ങൾ അടങ്ങിയതാണ് ഇതിന്റെ വിത്ത് ക്യാപ്സൂൾ. ഇതിന്റെ കോശങ്ങൾ ലോബുകൾ ഉണ്ടാക്കുന്നു. അവ ഒടുവിൽ വേർപെടുത്തുന്നു. അതിൽ ഓരോന്നിലും ഓരോ വിത്ത് അടങ്ങിയിരിക്കുന്നു. കായ്കൾ പാകമാകുമ്പോൾ ഇതിന്റെ കൊക്ക് പോലുള്ള ഉറകൾ പൊട്ടുകയും വിത്തുകൾ ചിതറുകയും ചെയ്യുന്നു. പച്ചയോ വർണ്ണാഭമോ ആയ ലോബുകളോ ആഴത്തിൽ മുറിച്ചതോ ആയ ഇലകളാണ് ജെറേനിയത്തിൽ സാധാരണയായി കണ്ടുവരുന്നത്. ഈ ചെടി പലതരം വളർച്ചാശീലങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇവയിൽ ചിലത് ട്രെയിലിംഗ്, മൗണ്ടിങ്, നേരായ മാർഗങ്ങൾ എന്നിവയിൽ ഉൾപ്പെടുന്നു. ചില സ്പീഷീസുകൾ താഴ്ന്നു വളരുന്നതും ഗ്രൗണ്ട് കവറിങ്ങിന് നന്നായി അനുയോജ്യമായതുമാണ്. മറ്റുള്ളവ ഉയരം കൂടിയതും ഫ്ലവർ ബെഡ്, അതിർത്തികൾ, പാത്രങ്ങൾ എന്നിവയിൽ വളർത്താൻ കഴിയുന്നതുമാണ്. തോട്ടങ്ങൾ, പാർക്കുകൾ, ലാൻഡ്സ്കേപ്പുകൾ എന്നിവയിൽ അലങ്കാര ആവശ്യങ്ങൾക്കായി ജെറേനിയം പ്രധാനമായും വളർത്തുന്നു. ഇവയുടെ മനോഹരമായ പൂക്കളും സമൃദ്ധമായ സസ്യജാലങ്ങളും ഔട്ട്ഡോർ സ്പേസുകൾക്ക് നിറവും ദൃശ്യഭംഗിയും നൽകുന്നു. കൂടാതെ ചില സ്പീഷീസുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ജെറേനിയം അവശ്യ എണ്ണ, സുഗന്ധദ്രവ്യങ്ങൾ, ചർമ്മ സംരക്ഷണോൽപ്പന്നങ്ങൾ എന്നിവയിൽ അതിന്റെ സുഖകരമായ സുഗന്ധവും ഉദ്ദേശിക്കപ്പെട്ട ചികിത്സാ ഗുണങ്ങൾ കാരണത്താൽ ഉപയോഗിക്കുന്നു. ബ്രൗൺ ടെയിൽ, ഗോസ് മൗത്ത്, മൗസ് മൗത്ത് എന്നിവയുൾപ്പെടെ ചില ലെപ്പിഡോപ്റ്ററ ഇനങ്ങളുടെ ലാർവയുടെ ഭക്ഷണമാണ് ജെറേനിയം. ഇവ ജെറേനിയസി കുടുംബത്തിൽ പെടുന്നതും ഹോർട്ടിക്കൾച്ചർ ബഡ്ഡിംഗ് സസ്യമായി വ്യാപകമായി വളരുന്നതുമാണ്. സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞനും വിഷങ്കരനും ജന്തുശാസ്ത്രജ്ഞനുമായിരുന്ന ടാക്സോണമിയുടെ പിതാവായ കാൾ ലിനേയസ് യഥാർത്ഥത്തിൽ ജെറേനിയം എന്ന ജനുസിൽ എല്ലാ സ്പീഷീസുകളെയും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അവ പിന്നീട് 1789-ൽ 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സസ്യശാസ്ത്രജ്ഞനായ ചാൾസ് ഹെറിറ്റിയർ ഇതിനെ 2 ജനുസുകളായി വേർതിരിച്ചു. ഈ ജനുസിലെ മറ്റു മുൻ അംഗങ്ങളെ ഇദ്ദേഹം ഇപ്പോൾ ഈറോഡിയത്തിൽ പെടുത്തി. വടക്കേ അമേരിക്കയിലെ ഫിലറീസ് എന്നറിയപ്പെടുന്ന സസ്യങ്ങൾ ഉൾപ്പെടെ ഹാർഡി ജെനേറിയം എന്ന പദം ഹോർട്ടിക്കൾച്ചറൽ ജെറേനിയത്തിൽ പെടുത്താറുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ഒരു പൂച്ചെടിയാണ് ജെറേനിയം. പൂർണ്ണ സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണിത്. അമിതമായ സൂര്യപ്രകാശത്തെ അതിജീവിക്കുകയുമില്ല. അമിതമായ സൂര്യതാപം, അമിതമായ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് ഇവയ്ക്ക് ഷെയ്ഡ് നൽകേണ്ടതാണ്. ജെറേനിയം ഇലകൾ മഞ്ഞ നിറമാവുകയും പൂക്കൾ വിടരുന്നത് മന്ദഗതിയിലാവുകയും ചെയ്താൽ ഇതിന് സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കുറവാണെന്നുള്ള സൂചനയാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ മതിയായ സൂര്യപ്രകാശം നൽകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടി ചട്ടിയിൽ വളർത്തുന്നതാണ് അഭികാമ്യം. കാരണം സൂര്യപ്രകാശത്തിലേക്ക് വെക്കുകയോ അമിതമായാൽ തണലിലേക്ക് മാറ്റുകയോ ചെയ്യാം.
നല്ല നീർവാർച്ചയുള്ള ജൈവവസ്തുക്കളാൽ സമ്പന്നമായ പോട്ടിംഗ് മിശ്രിതം തന്നെ തിരഞ്ഞെടുക്കുക. ജെറേനിയത്തിന് മിതമോ പതിവോ ആയ നനവ് ആവശ്യമാണ്. 6 മുതൽ 7.5 വരെയുള്ള pH ലെവൽ ആണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യം. ന്യൂട്രൽ മണ്ണിൽ ചെറുതായി അസിഡിറ്റിയുള്ള അവസ്ഥയാണിത്. വെള്ളം കെട്ടി നിൽക്കാത്ത ഏതുതരം മണ്ണിലും ജെറേനിയം വളരും. പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച ജെറേനിയത്തെക്കാൾ വേഗത്തിൽ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച ചെടി വരൾച്ചയെ നേരിടാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ തവണ നനവ് ആവശ്യമാണ്. ഉയർന്ന വേനൽ ചൂട് മുമ്പ് പറഞ്ഞതുപോലെ ഈ ചെടിയെ ബാധിക്കും. പല സാധാരണ ജെറേനിയങ്ങളും ചൂടുള്ള കാലാവസ്ഥയിൽ പൂത്തു കാണാറില്ല. ഈ അവസ്ഥയിൽ ഇതിനെ ഹീറ്റ് ചെക്ക് എന്നാണ് പറയുക. തണുത്ത കാലാവസ്ഥ വരുമ്പോൾ ഇവ വീണ്ടും പൂക്കുന്നു. അതിന് നിങ്ങൾ ചൂടിനെ അതിജീവിക്കുന്ന ജെറേനിയം നട്ടുപിടിപ്പിക്കുക. ആ ഇനത്തിൽപ്പെട്ടതാണ് അമേരിക്കാന, ഓർബിറ്റ്, കാസ്കേഡ്, സമ്മർ ഷവേഴ്സ് എന്നിവ. യാതൊരു കാരണവശാലും അമിത വളപ്രയോഗം നടത്തരുത്. നിങ്ങൾക്ക് ജെറേനിയത്തിന് വസന്തകാലത്ത് 1 തവണ സ്ലോ റിലീസ് ഗ്രാനുലാർ വളം അല്ലെങ്കിൽ വളരുന്ന സീസണിൽ 3 തവണ 10ന്റെയോ 20ന്റെയോ അനുപാതത്തിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK സമൃദ്ധവും വെള്ളത്തിൽ ലയിക്കുന്നതുമായ വളം നൽകാം. ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് 2 4 ആഴ്ചയിലൊരിക്കൽ നൽകുക. മുഞ്ഞ, ചിലന്തിക്കാശ്, വെള്ളീച്ച, കാറ്റർ പില്ലർ എന്നിവയാണ് ജെറേനിയത്തെ ബാധിക്കുന്ന കീടങ്ങൾ. ബോട്രൈറ്റിസ് ബ്രൈറ്റ്, റൂട്ട് ചീയൽ, വിഷമഞ്ഞ്, ബാക്ടീരിയൽ ഇലപ്പുള്ളി ഇതാണ് ജെറേനിയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാനായി വിപൈഡേഴ്സിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വേനൽക്കാലത്ത് തണ്ട് വെട്ടി നട്ടോ വിത്ത് വഴിയോ അല്ലെങ്കിൽ ശരത്കാലത്തോ വസന്തകാലത്തോ ചുവട്ടിൽ നിന്ന് ഓക്സെറ്റുകൾ വിഭജിച്ചോ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവിപൈഡേഴ്സിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിരവധി സുഗന്ധദ്രവ്യങ്ങളും ഔഷധങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ജെറേനിയം സങ്കര ഇനങ്ങളാണ്. ഇവയുടെ പ്രധാനമായ സവിശേഷത ഇതിന്റെ ഇലയുടെ ഗന്ധമാണ്. അതിന്റെ ഇലയുടെ ഗന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി ബദാം ജെറേനിയം, ആപ്പിൾ ജെറേനിയം, നാരങ്ങ ജെറേനിയം, ജാതിക്ക, കുരുമുളക്, പുതിന എന്നിവയുൾപ്പെടെ നിരവധി റോസ് ജെറേനിയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം നിരവധി നാരങ്ങ സുഗന്ധമുള്ള ഇനങ്ങളും ഉണ്ട്. ഇവയെല്ലാം തന്നെ ഔഷധ തോട്ടങ്ങളിലോ വേലികളിലോ വീടിന്റെ മുൻഭാഗത്തോ വിൻഡോ ബോക്സുകളിലോ തൂങ്ങിക്കിടക്കുന്ന പോട്ടുകളിലോ ഒക്കെ വളർത്താം. മഞ്ഞില്ലാത്ത പൂന്തോട്ടങ്ങളിൽ പെപ്പർമിന്റ് ജെറേനിയവും നല്ല ഒരിനമാണ്. ജെല്ലികളുടെയും ഐസ്ക്രീം പാനീയങ്ങളുടെയും രുചി വർദ്ധിപ്പിക്കാൻ ഈ ഇനത്തിൽപ്പെട്ട എല്ലാത്തിന്റെയും ഇലകൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഉണങ്ങിയ ഇലകൾ സാച്ചുകളിലും പോട്ട്പൂരികളിലും ഉപയോഗിക്കുന്നു. ഇതിന്റെ അധിക ഇനവും ദക്ഷിണാഫ്രിക്ക പോലുള്ള പ്രദേശങ്ങളിലാണ് കാണുന്നത്. എന്നാൽ യൂറോപ്പ്, ഏഷ്യ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇത് കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ ഓരോ ഇനങ്ങളുടെയും സുഗന്ധം വ്യത്യസ്തമാണെങ്കിലും ഘടന, ഗുണങ്ങൾ, ഉപയോഗം എന്നിവയുടെ കാര്യത്തിൽ ഏതാണ്ട് സമാനമാണ്. പെർഫ്യൂമുകളിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ജെറേനിയം ഓയിൽ ഒരു പ്രധാന ഘടകമായി വ്യാപകമാണ്. അരോമ തെറാപ്പിയിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ചികിത്സിക്കാൻ ഇതിന്റെ അവശ്യ എണ്ണ ഉപയോഗിക്കുന്നു. അരോമ തെറാപ്പിയിൽ ഈ എണ്ണ ഒരു ഡിഫ്യൂസർ ഉപയോഗിച്ച് ശ്വസിക്കുന്നു അല്ലെങ്കിൽ കരിയർ ഓയിലിൽ ഉപയോഗിച്ച് നേർപ്പിച്ച് ചർമ്മത്തിൽ പുരട്ടുന്നു. മനുഷ്യരിലും മൃഗങ്ങളിലുമുള്ള പഠനങ്ങളിൽ ജെറേനിയം അവശ്യ എണ്ണയുടെ ഗുണങ്ങൾ ഗവേഷകർ പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളെ പറ്റിയുള്ള തെളിവുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന് ആന്റി ഓക്സിഡന്റ്, ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി മൈക്രോബയൽ, രേതസ് ഗുണങ്ങൾ എന്നിവയുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ അവശ്യ എണ്ണയിലാണ് ഏറെയും ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളത്. ജെറേനിയം അവശ്യ എണ്ണയെക്കുറിച്ചുള്ള 2017 പഠനത്തിൽ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ, ആന്റി മൈക്രോബയൽ, ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ മുഖക്കുരു, ചർമ്മത്തിലെ പ്രകോപനം, ചർമ്മത്തിലെ അണുബാധ എന്നിവ കുറയ്ക്കുന്നതിന് പ്രാദേശികമായി ഉപയോഗിക്കുന്നത് പ്രയോജനകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ എണ്ണയുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തെ ബാധിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി കോശജ്വലനാവസ്ഥകൾക്ക് ഗുണം ചെയ്യും. ഇത് പാർശ്വഫലങ്ങൾക്കുള്ള വിരുദ്ധ ബാഹ്യാവിഷ്കാര മരുന്നായി ഉപയോഗിക്കാം എന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ എഡിമ മൂലം ഉണ്ടാകുന്ന കാലുകളുടെ വീക്കത്തിന് ഗുണം ചെയ്യുമെന്ന് ഒരു മൃഗപഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ക്യാൻസർ മരുന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ട രോഗകരമായ അവസ്ഥയാണ് നാസൽ വെസ്ബുലിറ്റിസ്. അതിനും ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. രക്തസ്രാവം, ചുണങ്ങ്, വേദന, വരൾച്ച, വ്രണങ്ങൾ തുടങ്ങിയ അവസ്ഥകൾ മൂലമുണ്ടാകുന്ന മൂക്കിലെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ ഇതിന് കഴിയുമെന്നും ഒരു നിരീക്ഷണ പഠനം തെളിയിച്ചിട്ടുണ്ട്. ജെറേനിയം അവശ്യ എണ്ണയുമായി കലർത്തി സ്തനാർബുദത്തിന് കീമോതെറാപ്പിക്ക് വിധേയരായ സ്ത്രീകളിൽ നാസൽ സ്പ്രേ ആയി ഉപയോഗിക്കുന്നു. ഈ എണ്ണ ബാക്ടീരിയൽ അണുബാധയെ ചെറുക്കുമെന്ന് ഒന്നിലധികം പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ എണ്ണയ്ക്ക് ആന്റി മൈക്രോബയൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് ഒന്നിലധികം ബാക്ടീരിയകൾക്കെതിരെ ഫലപ്രദമാണ്. സ്റ്റാഫൈലോകൊക്കലോ ഓറിയസ് പോലുള്ള ബാക്ടീരിയകൾക്കെതിരെ പോരാടുന്നതിന് ജെറേനിയം അവശ്യ എണ്ണ അമോക്സിലിൻ പോലെ ഫലപ്രദമാണെന്ന് ഒരു വിശ്വസനീയ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ലിസ്റ്റീരിയോ മോണോസൈറ്റോജനുകളെ ചെറുക്കുന്നതിന് ഇത് ഫലപ്രദമല്ലെന്നും ഈ പഠനം പറയുന്നു.
ന്യൂറോ ഡൈജനറേറ്റീവ് രോഗം, അൽഷിമേഴ്സ് രോഗം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പാർക്കിൻസൺസ് രോഗം, അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളിൽ ഇത് വ്യത്യസ്ത അളവിലുള്ള ന്യൂറോ ഇൻഫ്ലമേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനൊക്കെയും ഇത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. ജെറേനിയം അവശ്യ എണ്ണയുടെ ഘടകമായ സിട്രോനെല്ലോളിന്റെ ഉയർന്ന സാന്ദ്രത നൈട്രിക് ഓക്സൈഡ് ഉൽപാദനത്തെ തടയുകയും തലച്ചോറിലെ വീക്കം, കോശങ്ങളുടെ നാശം എന്നിവയെ കുറയ്ക്കുകയും ചെയ്യുമെന്ന് ഒരു പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഗവേഷകർ പറയുന്നതനുസരിച്ച് ന്യൂറോ ഇൻഫ്ലമേഷൻ ഉൾപ്പെടെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളുള്ളവർക്ക് ജെറേനിയം അവശ്യ എണ്ണ ഗുണം ചെയ്തേക്കാം. ആർത്തവ വിരാമവും പെരിമെനോപോസും ഉമിനീർ ഈസ്ട്രജന്റെ സ്രവണം ഉത്തേജിപ്പിക്കുന്നതിനും ഈ എണ്ണ ഉപയോഗിച്ചുള്ള ആരോമ തെറാപ്പി ഗുണം ചെയ്യുമെന്ന് ഒരു പഠനം കണ്ടെത്തിയിട്ടുണ്ട്. സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ മുതലായവയിൽ ആശുപത്രി ക്രമീകരണങ്ങളിൽ പോലും അരോമ തെറാപ്പി കൂടുതൽ മുഖ്യധാരയായി മാറുകയാണ്. അവശ്യ എണ്ണയ്ക്ക് ശാന്തമായ ഫലങ്ങളുണ്ടെന്നും ആദ്യഘട്ട പ്രസവവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ കുറയ്ക്കാൻ കഴിയുമെന്നും ആദ്യമായി പ്രസവിക്കുന്ന സ്ത്രീകളുടെ ഒരു ക്ലിനിക്കൽ ട്രയൽ കണ്ടെത്തി. ഈ എണ്ണ വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും വിഷാദ മാനസികാവസ്ഥ ലഘൂകരിക്കുകയും ചെയ്യുമെന്ന് ചില അനുമാന തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഇത് എലിയെക്കുറിച്ചുള്ള ഒരു ആനിമൽ സ്റ്റഡിയിലാണ് കണ്ടെത്തിയത്. ഷിംഗിൾസ് വേദന പലപ്പോഴും പോസ്റ്റ് ഹെർപ്പറ്റിക് റൂറൽ ജിയയ്ക്ക് കാരണമാകുന്നു. ഇത് വളരെ വേദനാജനകമായ അവസ്ഥയാണ്. ഇത് നാഡികളെയും ചർമ്മത്തെയും ബാധിക്കുന്നു. ഇതിന് മരുന്ന് ഉപയോഗിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറൽജിയ വേദന ഒരു പരിധിവരെ കുറയ്ക്കുമെന്ന് ഒരു പഠനം തെളിയിച്ചു. ഈ എഫക്റ്റുകൾ താൽക്കാലികമായിരുന്നു. ആവശ്യാനുസരണം വീണ്ടും പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ഈ വേദന നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. ഒരു പ്രാഥമിക പഠനം അനുസരിച്ച് ജെറേനിയം അവശ്യ എണ്ണയിലെ സിട്രോളെനോൾ ഉള്ളടക്കം അലർജി പ്രതിപ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിന് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും അതിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. എന്നാൽ പ്രാദേശിക ഉപയോഗം അലർജി പ്രതിപ്രവർത്തനം മൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ കുറയ്ക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നതിനാൽ ഈ കണ്ടെത്തൽ ഫലപ്രദമാണെന്ന് വിശ്വസിക്കാം. ചെറിയ മുറിവുകളിലെ രക്തസ്രാവം തടയാൻ ഈ എണ്ണ ഗുണം ചെയ്യുമെന്ന് ചില അനുമാനമായ തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഇത് ശീതീകരണത്തെ ത്വരിതപ്പെടുത്തുന്നതിലൂടെയും രക്തക്കുഴലുകൾ സങ്കോചിപ്പിക്കുന്നതിലൂടെയും ആകാം സംഭവിക്കുന്നത്. ഇതിന്റെ ആന്റി ബാക്ടീരിയൽ, ആന്റിസെപ്റ്റിക്കൽ ഗുണങ്ങളായിരിക്കാം ഇതിന് കാരണം. പ്രമേഹം, ഹൈപ്പർഗ്ലൈസീമിയ കുറയ്ക്കുന്നതിനുള്ള ഒരു നാടോടി പ്രതിവിധി ചികിത്സയായി ടുണീഷ്യ ജെറേനിയത്തിന്റെ അവശ്യ എണ്ണ വളരെ കാലമായി ഉപയോഗിക്കുന്നു. എല്ലുകളിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നതായി ഒരു മൃഗപഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ ഉയർന്ന പഞ്ചസാര കുറയ്ക്കുന്നതിന് ഈ എണ്ണ ഗുണം ചെയ്യുമെന്ന് ഗവേഷകർ പറയുന്നു. മനുഷ്യരിൽ ജെറേനിയം അവശ്യ എണ്ണ ഉപയോഗിക്കരുത്. മനുഷ്യരിൽ നേരിട്ടുള്ള ക്ലിനിക്കൽ ഗവേഷണങ്ങൾ ഇനിയും ആവശ്യമാണ്. എന്നാൽ അരോമ തെറാപ്പി ഡിഫ്യൂസറിലേക്ക് ചേർക്കുകയോ പരമ്പരാഗത പ്രാദേശിക ചികിത്സാ രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്താൽ ഇതേ ഫലം ഉണ്ടായേക്കാം. ജെറേനിയം അവശ്യ എണ്ണ എള്ളെണ്ണ പോലുള്ള കരിയർ ഓയിൽ ചേർത്ത് നേർപ്പിച്ചാണ് പ്രാദേശികമായി ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്നത്. മുഖക്കുരു അല്ലെങ്കിൽ ചർമ്മത്തിലെ ചൊറിച്ചിൽ എന്നിവയ്ക്കുള്ള ഒരു സ്പോട്ട് ചികിത്സയായോ മസാജ് ഓയിലായോ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ചില കരിയർ ഓയിലുകൾ ചർമ്മത്തിൽ പുരട്ടുമ്പോൾ അലർജിക്ക് കാരണമാകാം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സ്ഥലത്ത് ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക. ഇതിൽ നിന്ന് ഒരു പാർശ്വഫലവും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഈ എണ്ണ ഒരിക്കലും കഴിക്കാൻ പാടില്ല. മിക്ക ആളുകൾക്കും ഇത് ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമായാണ് കാണപ്പെടാറുള്ളത്. എന്നാൽ ചിലർക്ക് ചുണങ്ങുകളോ പൊള്ളലുകളോ അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ കരിയർ ഓയിൽ ഉപയോഗിച്ച് നേർപ്പിച്ചതിന് ശേഷം മാത്രം ചർമ്മത്തിൽ പ്രയോഗിക്കുക. ചെറിയ അളവിൽ ജെറേനിയം ഓയിൽ ഭക്ഷണ സാധനങ്ങൾ ഫ്രൈ ചെയ്യാൻ ചേർക്കുന്നു. ചെറിയ അളവിൽ കഴിക്കുന്നത് നല്ലതാണ്. വലിയ അളവിൽ കഴിക്കുന്നതിന്റെ പാർശ്വഫലങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല. എന്നിരുന്നാലും ഈ പുഷ്പത്തിന്റെ ദളങ്ങൾ മധുര പലഹാരങ്ങളിൽ വിതറാനും കൂൾ ഡ്രിങ്ക്സിലും ഹെർബൽ കഷായങ്ങളിലുമൊക്കെ, ഇത് കൂടാതെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് പുറമെ പെർഫ്യൂമുകൾ, സോപ്പുകൾ, ഫേസ് വാഷുകൾ, ഷാംപൂകൾ, ഹെയർ കണ്ടീഷണറുകൾ എന്നിവ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. ഈ എണ്ണ വൈകാരിക സുഖം പ്രോത്സാഹിപ്പിക്കുന്ന ശക്തമായ ഡിയോഡറന്റ് ആണ്. ഇത് രക്തചംക്രമണ എണ്ണയാണ്. വിയർപ്പിലൂടെ ശരീരത്തിലെ ദുർഗന്ധങ്ങളെ പുറന്തള്ളി ഓർഗാനിക് ഡിയോഡറന്റുകളാക്കി നിങ്ങളുടെ ശരീരത്തിന് ഇതിന്റെ പുഷ്പത്തിന്റെ മണം നൽകുന്നു. അതുപോലെ രുചിക്കും നല്ല മണത്തിനും ഈ പൂവിന്റെ ചായ അത്ഭുതപ്പെടുത്തുന്ന ഗുണത്തിനും പേരുകേട്ടതാണ്. ഈ ചായ രക്തസമ്മർദ്ദം, ശരീരവീക്കം, വിട്ടുമാറാത്ത വേദന, ദഹന ഗുണം, അൽഷിമേഴ്സ് രോഗത്തെ പ്രതിരോധിക്കൽ തുടങ്ങിയവയ്ക്കൊപ്പം ഒരു രോഗപ്രതിരോധ ബൂസ്റ്റർ കൂടിയാണ്. ഇതിന്റെ ടീ പുരാതന കാലം മുതൽ തന്നെ പരമ്പരാഗതമായി ഉപയോഗത്തിലുള്ളതാണ്. ജെറേനിയം വൈവിധ്യമാർന്ന ആകർഷകമായ സസ്യമാണ്. ഇവയുടെ സൗന്ദര്യവും ആകർഷണീയതയും കൊണ്ട് ഔട്ട്ഡോർ സ്പേസുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ബഡ്ഡിംഗ് സസ്യങ്ങൾ കണ്ടെയ്നറുകളിൽ വളർത്തുന്ന ചെടിയായോ അല്ലെങ്കിൽ ആരോമാറ്റിക് ആക്സെന്റുകൾ എന്നിവയായി ഉപയോഗിച്ചാലും ശാശ്വതമായി ആകർഷണം തരുന്ന, എളുപ്പം വളർത്താവുന്ന, ലോകമെമ്പാടും പ്രിയപ്പെട്ട ഒരു പുഷ്പ ഔഷധ സസ്യമാണ് ജെറേനിയം.
ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷി മാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ജെറേനിയം ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.